ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നെക്കിൽ കെട്ടിക്കൊടുക്കുന്ന ഒരു പാഡിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു 2 ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനായിട്ട്, അതായത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കട്ടിയുള്ള ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് ഈ ഒരു പീസിൽ ആദ്യം മാർക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം എങ്ങനെ മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ ആദ്യം ഒരു പീസ് എടുത്തിട്ടുള്ളത് 10 ഇഞ്ച് നീളത്തിലും 12.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു വശത്ത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ആദ്യം മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടുന്ന് ഒരു 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 3.5 ഇഞ്ചിലായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം ഈ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഈ ഒരു ഷോൾഡറിന്റെ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു അറ്റത്തേക്കായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഇതേപോലെ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇതിങ്ങോട്ടേക്കൊന്ന് വരച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പീസിനെ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പൊ ഇനി നമ്മൾ മറ്റേ പീസിൽ ഈ ഒരു മോഡലിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് ഡബിൾ ആയിട്ട് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത്. ഇതേപോലെ വെച്ചിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതേപോലെ ഒന്ന് തിരിച്ചു വെച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പീസ് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് അടിവശത്ത് വെച്ചു കൊടുക്കാനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് ഇതിൽ കറക്റ്റായിട്ട് വെക്കാം. കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം ഈ ഒരു സൈഡിൽ ഇതേപോലെ തന്നെ കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഭാഗത്തും ഇവിടെയും നല്ല കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ 2 പീസും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് 11 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 2 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇവിടുന്ന് ഇതേപോലെ 2 സൈഡും ഒന്ന് 1/4 ഇഞ്ച് വെച്ച് മടക്കാം. അതിനുശേഷം ഇതേപോലെ ഫുള്ളായിട്ട് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പീസ് ഇതേപോലെ വെച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു എൻഡിൽ മാത്രമാണ് ഇവിടെ മടക്കി തയ്ച്ചിട്ടുള്ളത്. ആ ഒരു ഭാഗം ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു പീസ് ഇതേപോലെ വെച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കാം. നമ്മൾ എൻഡിൽ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗം ഈ വശത്താക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ തന്നെ ഈ ഒരു പീസ് ഇതേപോലെ തിരിച്ച് വെച്ചു കൊടുക്കാം. കറക്റ്റ് ആക്കിയിട്ട് തന്നെ ഇതിന് കറക്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു സൈഡ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടുന്ന് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഈ ഓരോ കട്ടിങ്ങിലും വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടു കൊടുക്കുക. അതായത് നമുക്കിത് ഇനി ഇപ്പുറത്തോട്ടേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ഇപ്പുറത്തോട്ടേക്കൊന്ന് തിരിച്ചിടാം. ഇതേപോലെ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊന്ന് അയണും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന്
ഈ ഒരു സൈഡ് ഇതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയും ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇവിടെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് കുട്ടികളെ നെക്കില് ഫ്രണ്ടിൽ ഇത് വെച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കിൽ ഈ ഒരു വശം ഇതുപോലെ കെട്ടിക്കൊടുക്കാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിലേക്ക് ബട്ടൺസ് വേണമെങ്കിൽ ബട്ടൺസ് ആയിട്ടും വെച്ചു കൊടുക്കാൻ പറ്റും. ബട്ടൺസ് ആണ് വെക്കുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ബെൽറ്റ് വെക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒരു ബട്ടൺസ് വെച്ചു കൊടുത്താൽ മതി. ഇതേപോലെ ഞാനിപ്പോ ഇവിടെ ബെൽറ്റാണ് വെച്ചിട്ടുള്ളത്. ഇപ്പൊ വളരെ എളുപ്പമാണ് നമുക്ക് കുട്ടികൾക്ക് ഇതേപോലെ നെക്കിലുള്ള ഈ ഒരു പാഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.